പുറത്ത് കത്തിക്കാളുന്ന വെയിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ചൂട് കുറഞ്ഞു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് കുറയും, മഴ പെയ്യും എന്നൊക്കെയുള്ള ഒരു ആശ്വാസ വാർത്തയും വരുന്നുണ്ട്. അതിന് വിശദാംശങ്ങളുമായി അല്ലമീൻ നമുക്കൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത കോഴിക്കോട്ട് നിന്ന് വരുന്നു. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഒരാൾ കൂടി മരിച്ചു. കോഴിക്കോട് പന്നിയങ്കര സ്വദേശി കണിയേരി വിജേഷാണ് മരിച്ചത്. പെയിന്റിംഗ് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു വിജേഷ്. വി എസ് രഞ്ജിത്തും അല്ലമീനും നമുക്കൊപ്പം തത്സമയം ചേരുന്നു ബ്രേക്കിംഗ് അവേഴ്സിൽ. ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക്. വി എസ് രഞ്ജിത്ത്, കോഴിക്കോട് ഭാഗത്തും ചൂട് കൂടി വരികയാണോ? പാലക്കാട്ട് നിന്ന് സൂര്യാഘാതമേറ്റുള്ള മരണം കഴിഞ്ഞ ദിവസം തുടർച്ചയായി വരുന്നത് നമ്മൾ കണ്ടു. വിജേഷിന് എന്താണ് സംഭവിച്ചത്? കോഴിക്കോട് ജില്ലയിലും ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തിരുന്നു സുജയ. മിനിയാന്ന് വൈകിട്ട് പെയിന്റിംഗ് ജോലിക്കിടെ ഈ വിജേഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു. അപസ്മാരം ബാധിച്ച പോലെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. അതിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂര്യാഘാതമാണ് മരണകാരണം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൂട് കൂടുകയും അത് മൂലം തലച്ചോറിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മരണകാരണമായി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ജോലിക്കിടയിൽ തന്നെയാണ് ഈ വിജേഷ് കുഴഞ്ഞു വീണത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി കനത്ത ചൂടായിരുന്നു കോഴിക്കോട്. ഇന്നലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ഓക്കെ, വി എസ് രഞ്ജിത്താണ് കോഴിക്കോട്ടെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് സംസ്ഥാനത്ത് കാലാവസ്ഥ എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കാം. അലമീൻ, ഇപ്പോൾ കോഴിക്കോട്ടെ ഒരു മരണവാർത്ത കേട്ടല്ലോ വി എസ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണതാണ്. ഇന്നിപ്പോൾ അയാളുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. ഉഷ്ണതരംഗത്തിന്റെ ഒരു തീവ്രത കുറഞ്ഞു വരുന്നുണ്ടോ? ആശ്വസിക്കാൻ വകയുണ്ടോ അലമീൻ? കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വന്ന മുന്നറിയിപ്പുകളിൽ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിരൂക്ഷമായിട്ടുള്ള അതിതീവ്ര ഉഷ്ണതരംഗത്തിലേക്കൊക്കെ പാലക്കാട് പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ചൂട് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ടൊക്കെ മാറ്റി യെല്ലോ അലർട്ടിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ചൂട് കുറഞ്ഞു വരുന്നുണ്ട്, ഉഷ്ണതരംഗ സാധ്യതയും കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ചൂട് തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒരുപക്ഷേ ഒരാഴ്ച കൂടി ഈ നിലയിൽ തന്നെ ചൂട് തുടർന്നേക്കാം. അതിൽ നേരിയൊരു ആശ്വാസം പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിലവിൽ ഏറ്റവും ഒടുവിൽ വന്ന അറിയിപ്പ് പ്രകാരം പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഈ ഉഷ്ണതരംഗ സാധ്യത കാര്യമായി തന്നെ നിലനിൽക്കുന്നത്. അതിലൊരുപക്ഷെ അടുത്ത അലർട്ട് വൈകാതെ തന്നെ വരും, മുന്നറിയിപ്പ് വൈകാതെ വരും. അതിലൊരുപക്ഷെ തൃശ്ശൂരും പാലക്കാടും കുറച്ചുകൂടി ചൂട് കുറഞ്ഞേക്കാം. തൃശ്ശൂരും കോഴിക്കോടും കുറച്ചുകൂടി ചൂട് കുറഞ്ഞേക്കാം. പക്ഷേ പാലക്കാട് ഉഷ്ണതരംഗ സാധ്യത തുടർന്നേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. എന്ന് മാത്രമല്ല, ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ മറ്റു പല ദിവസങ്ങളിലും പലയിടങ്ങളിലും നേരിയ തോതിലെങ്കിലും മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേനൽ മഴ ചൂട് ഈ ഉഷ്ണതരംഗ സാധ്യത ഇല്ലാതാക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. പക്ഷേ ചൂട് തുടരുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഏതായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വേനൽ മഴ ഒരുപക്ഷേ ശക്തി പ്രാപിച്ചേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കത്തിക്കാളുന്ന ചൂടിന് നേരിയ ആശ്വാസം ഉണ്ടാകും. ഒരാഴ്ച കൂടി എന്തായിരുന്നാലും ഈ വിധത്തിൽ സംസ്ഥാനത്തിൻ്റെ ഏതാണ്ട് എല്ലാ മേഖലകളിലും ചൂട് തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ വന്ന ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ് പ്രകാരം ഇടുക്കിയും വയനാടും ഒഴികെയുള്ള സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ചൂട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് സാധാരണ താപനിലയേക്കാൾ 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെയും 4 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെയുമൊക്കെ ഉയർന്ന താപനില ഉണ്ട് പലയിടങ്ങളിലും. അത് നേരിയ തോതിൽ കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു ഉയർന്ന താപനില. ഓറഞ്ച് അലർട്ടുമായിരുന്നു. അതിപ്പോൾ 40ലേക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ അതൊരു പക്ഷേ 39ലേക്ക് താന്നേക്കും എന്നുള്ളൊരു സൂചന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അനൗദ്യോഗികമായി അറിയിക്കുന്നു. ഏതായാലും കൃത്യമായ ഔദ്യോഗിക കണക്കുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതിലും ഒരാഴ്ച കൂടി കനത്ത ചൂട് തുടരും. പക്ഷേ ഉഷ്ണതരംഗ സാധ്യത അത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായതോ നേരിയ തോതിലോ ഉള്ള മഴ പെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇന്നും ആ രീതിയിലുള്ള പ്രവചനങ്ങൾ വരുന്നുണ്ടോ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന്? സുജയ, ഞായറാഴ്ച വരെ ആ രീതി തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത്. സംസ്ഥാനത്ത് എല്ലായിടത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിലായിരിക്കും ഇത്തരത്തിൽ മഴ ഉണ്ടാവുക. തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ നേരിയ തോതിൽ മഴ പെയ്യുകയും ചെയ്തു. ശക്തമായ മഴയാണോ, വലിയ മഴയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എന്നാൽ പോലും നേരിയൊരു ആശ്വാസം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയായതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രത കൂടി പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. ഇന്നിനി പുതിയ പരിശോധനകൾക്ക് ശേഷം ഈ മഴ ശക്തമാകാനോ ഈ ഒറ്റപ്പെട്ട മഴയ്ക്ക് അപ്പുറത്തേക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു വ്യക്തത വരും. ഏതായാലും ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ആ മഴയുടെ ഒരു പരിണിത ഫലമായിട്ട് ഉഷ്ണതരംഗ സാധ്യത കുറയുമെന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ കഠിനമായ ചൂടിന് വലിയൊരു ആശ്വാസം ഉണ്ടാകില്ല, നേരിയ ആശ്വാസം പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒരാഴ്ച കഴിഞ്ഞാൽ ഒരുപക്ഷേ വേനൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കഠിനമായ ചൂടിന് വലിയ രീതിയിലുള്ള ആശ്വാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. സുജയ, ഓക്കെ, താങ്ക് യു അല്ലമീൻ. ശ്രമ വേണം, സമയമെടുക്കും എന്നാണ് അല്ലമീൻ പറയുന്നത്.